വീണ്ടും വാഹനം ഓടിക്കൊണ്ടിരിക്കുക. ഇവർ കൊണ്ടുവന്ന CDR, ആ CDR തന്നെ അറിയാം A1 വേറെ സ്ഥലത്താണ്, A5 വേറെ സ്ഥലത്താണ്. ഇപ്പം നോ ആക്സസ്. പിന്നെ ഇവർ എല്ലാവരും താമസിക്കുന്ന ഒരു സ്ഥലത്താണ്. 7 പേരെയാണ് അന്ന് അവിടെ രാത്രി പിടിച്ചുകൊണ്ട് പോയത്. ആ 7 പേരിൽ 2 പേരെ അവർ പ്രതികളാക്കി, 5 പേരെ അവർ സാക്ഷികളാക്കി. ആ 2 പേരാണ് 5ഉം 6ഉം പ്രതികൾ. ഇതിപ്പോൾ എന്താണ് ഇനി പ്രതിഭാഗത്തിൻ്റെ തീരുമാനം? അപ്പീൽ കൊടുക്കാം. അപ്പീൽ ഞങ്ങൾ തിങ്കളാഴ്ച കൊടുക്കും. ഇന്ന് ഹാർഡ് കോപ്പി ഇന്നിപ്പോൾ ഒരു മണിക്കൂർ കിട്ടിയാൽ ഞങ്ങൾ അത് പഠിച്ച ശേഷം എന്തുകൊണ്ടാണ് ട്രയൽ കോടതി ഫൈൻഡ് ചെയ്ത് നോക്കണം. കോടതി ഞങ്ങൾ ബഹുമാനിക്കും. കോടതി ട്രയൽ കോടതിയാണ്. നമ്മൾ എപ്പോഴും കോടതിയും ജുഡീഷ്യൽ സിസ്റ്റത്തെ ഞങ്ങൾ ബഹുമാനിക്കും. അപ്പീൽ കോടതിയിൽ പറയും, അവിടെ നിന്ന് നീതി ലഭിക്കും. ഈ എവിഡൻസ് എല്ലാം അവിടെ ഇവാലുവേറ്റ് ചെയ്യും. PP വാദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2 മുതൽ 6 വരെയുള്ള പ്രതികൾ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ 1-ാം പ്രതിക്കുടെ ബലാത്സംഗം ചെയ്യാൻ സഹായിച്ചു എന്നുള്ളത് അവർക്ക് തെളിവില്ലല്ലോ. അത് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചാൽ പോലും അതിന് വേണ്ട തെളിവുകൾ ഹാജരാക്കില്ല. ഡോക്യുമെൻറ്റ്സ് ആയിട്ടോ ഓറലായിട്ടോ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. PW1 മൊഴി മാത്രമേ അതിന് ഉപബലബദ്ധമായിട്ടുള്ളൂ. അതൊന്നും കൺക്ലൂസീവ് അല്ല. ഈ PW1 മൊഴി കൊണ്ട് തന്നെ അറിയാം ഇതൊരു ഗ്യാങ് ടൈപ്പ് അല്ല എന്നും മറ്റുള്ള പ്രതികൾക്കൊന്നും ഒരു ബന്ധമില്ലെന്നുള്ള കാര്യം.